ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം ഇന്ന് റാഗി കൊണ്ടുള്ള ഒരു കിടിലൻ ഡ്രിങ്കാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലനായിട്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ചായ കുടിക്കുന്നൊരു കപ്പുണ്ടല്ലോ, അതിൽ ഒരു കപ്പ് റാഗി ഒരു 2-3 മണിക്കൂർ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊന്ന് കഴുകി നെയ്റ്റാക്കി എടുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അത് നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളം, അതിന് മുകളിൽ നിൽക്കുന്ന രീതി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊന്ന് അരച്ചെടുക്കണം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു തുണിക്കകത്ത് വെച്ച് കെട്ടി പിഴിഞ്ഞെടുക്കാം. പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നുന്നത് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് അരിപ്പ വഴി നമ്മൾ ചായയൊക്കെ അരിക്കുന്ന അരിപ്പ ഉണ്ടല്ലോ, അതുവഴി തന്നെ എടുക്കുന്നതാണ് എനിക്കിഷ്ടം. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ തുണി ഉപയോഗിച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇച്ചിരി കൂടെ എളുപ്പമായിട്ട് അരിപ്പ വെച്ച് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാണെങ്കിൽ നമുക്കിത് നന്നായിട്ട് ഇതിൻ്റെ ഈ കൊണ്ടുണ്ടല്ലോ അത് കളഞ്ഞിട്ട് ഇതിൻ്റെ വെള്ളം മാത്രമായിട്ട് എടുക്കണം. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ലൂസാക്കി ഒരു 3-4 പ്രാവശ്യമായിട്ട് അരിപ്പ ഉപയോഗിച്ച് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കോട്ടൺ തുണിയിലൊഴിച്ച് ഇതിങ്ങനെ പിഴിഞ്ഞെടുക്കാം. നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യുന്നതിന് പകരം വേണമെങ്കിൽ റാഗിയുടെ പൊടിച്ച തിരിപ്പുണ്ടെങ്കിൽ അത് വെച്ച് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഫേവറേറ്റ് ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ. ഇത് പ്രത്യേക ഒരു ടേസ്റ്റാണ്. മറ്റേ പൊടി വെച്ച് ചെയ്യുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് കിട്ടത്തില്ല കേട്ടോ ഈ ഒരു ഡ്രിങ്കിന്. അപ്പം നന്നായിട്ട് നമ്മളിത് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനകത്ത് മധുരത്തിന് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നത് ശർക്കര പാനിയാണ് കേട്ടോ. കല്ലില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശർക്കര ചീകി ചേർക്കാം. അല്ലെന്നുണ്ടെങ്കിൽ പഞ്ചസാര, ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആണ്, കഴിവതും പഞ്ചസാര അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. പക്ഷേ പഞ്ചസാരയെക്കാളും കുറച്ചുകൂടെ ടേസ്റ്റ് നമുക്ക് ഈ ശർക്കര തന്നെ ചേർക്കുന്നതാണ് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ പനങ്കൽക്കണ്ട ഇടുക, അല്ലെങ്കിൽ പനങ്കൽക്കണ്ട ഇതുപോലെ നമ്മൾ ശർക്കര പാനിയാക്കുന്ന പോലെ ആക്കി അങ്ങനെ ഒഴിക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഒരു 3-4 ടേബിൾ സ്പൂൺ, ഒരു വലിയൊരു തവിക്ക് ഒരു തവി ശർക്കര പാനിയാണ് ഞാൻ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് ജസ്റ്റ് നന്നായിട്ട് മിക്സ്. നമ്മളിപ്പോൾ ഇതൊന്നും അടുപ്പി വെച്ചിട്ടില്ല കേട്ടോ. എന്നിട്ട് ഒരു ഗ്ലാസ് പാല്, ഇത് വലിയൊരു കപ്പാണ് കേട്ടോ, സാധാരണ 1.5 ഗ്ലാസ് പാല് കൊള്ളുന്ന ഒരു കപ്പാണത്. അപ്പോൾ അതിന് 1 ഗ്ലാസ് പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പാലിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാം. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഇനി അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്ന റാഗി പെട്ടെന്ന് തിക്കാവുന്ന ഒരു സാധനം, നമുക്കിതൊരു ഡ്രിങ്ക് ആയിട്ടാണ്. അപ്പോൾ നല്ല ലൂസ് കൺസിസ്റ്റൻസിൽ നമുക്ക് എടുക്കണം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ചൂടാവുമ്പം ലോ ഫ്ലെയിമിലാക്കിയിട്ട് നന്നായിട്ട് ഇതൊന്ന് തിക്കാക്കി എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഡ്രിങ്കിന് നല്ല തിക്കായ ഡ്രിങ്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ആക്കാം. കുറച്ച് ലൂസായിട്ടാണെങ്കിൽ അങ്ങനെ ആക്കാം. അത് നമ്മളിങ്ങനെ ഇളക്കുന്നതിൻ്റെ ആ ഒരു അനുസരിച്ച് നമുക്ക് അതിൻ്റെ കൺസിസ്റ്റൻസി അറിയാൻ പറ്റും. അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ടാണ്, ഈ ഒരു ഡ്രിങ്കായിട്ട് കുടിക്കാനാണല്ലോ, അപ്പോൾ അത് അങ്ങനെയാണ് എടുക്കുന്നത്. അപ്പം ഞാൻ കുറച്ച് ലൂസായിട്ടാണ് എടുക്കുന്നത്. അപ്പം റാഗിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉണ്ട്, ആർക്കും യൂസ് ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് നമ്മൾ 6 മാസമായ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫസ്റ്റ് കൊടുക്കുന്ന ഒരു ഫുഡാണ്, ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു ഫുഡാണ് റാഗി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ല ഗുണമുണ്ട് റാഗിയിൽ. ബ്ലഡ് കൂടാനും അതുപോലെ അയൺ കണ്ടന്റ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ പീരീഡ്സ് ഒക്കെ തെറ്റി വരുന്നവർക്ക് ഇതൊരു നല്ല സോഴ്സാണ്. കാരണം ബ്ലഡ് കുറവ് കൊണ്ട് പീരീഡ്സ് തെറ്റായിട്ട് വരുന്നവർക്ക് നിങ്ങൾ ട്രൈ ചെയ്തൊക്കെ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം എനിക്കിത് അനുഭവമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പോയിന്റ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. എനിക്കും ഇതുപോലെ പീരീഡ്സ് റെഗുലറായിട്ട് വരുന്ന സമയത്ത് ഞാൻ റാഗി കണ്ടിന്യൂസ് യൂസ് ചെയ്ത് തീർച്ചയായിട്ടും എനിക്ക് കറക്റ്റ് സമയത്ത് പീരീഡ്സ് വരും. അങ്ങനെ ഒരു അനുഭവം ഉള്ളത്, ചുമ്മാ പറയുന്നതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും റാഗി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാത്തും കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ റാഗിയിൽ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് ഇത് തിക്കാക്കി എടുത്തിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ഡ്രിങ്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ ഞാനത് അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കൂടെ ഒക്കെ ഒഴിച്ച് വേണമെങ്കിൽ അത് കുറച്ച് തിക്കാവുകയാണെങ്കിൽ കുറച്ച് പാലൊഴിച്ച് ലൂസാക്കാം. ഞാൻ ഒരു ഗ്ലാസ്സിലേക്ക് ഇത് ആക്കിയതിന് ശേഷം ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടി കുറച്ച് ശർക്കര പാനി അതിന് മുകളിലോട്ടൊന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോന് ഒരു 2-3 വയസ്സ് വരെ ചായക്ക് പകരമായിട്ട് ഞാൻ അവനെ ചായ എന്ന് പറഞ്ഞ് പറ്റിച്ചൊരു സാധനമായിരുന്നു ഇത്. 2 വയസ്സൊക്കെ അവന് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി ചായയുടെ ടേസ്റ്റ് ഇതല്ലാന്ന്. കാരണം ഇത് കാണുമ്പോൾ ചായയുടെ ഒരു ലുക്കാണല്ലോ. അങ്ങനെ ഞാൻ അവനെ ഒരുപാട് പറ്റിച്ചിട്ടുണ്ട്. അവൻ്റെ ഫേവറേറ്റ് ആണ്. ഇപ്പം എൻ്റെ 2 കുഞ്ഞുങ്ങൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു ഹെൽത്തി ഐറ്റം ആണിത്. അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്കിത് ഒരുപാട് യൂസ്ഫുൾ ആകും. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോ വീണ്ടും